ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രഖ്യാപിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം ഇന്ന് ദില്ലി വിജ്ഞാൻ ഭവനിൽ ചേരും. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 70 നിയമസഭാ സീറ്റിൽ 62 സീറ്റിലും ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നു. സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, എപ്പോഴാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുക? രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ദില്ലിയിൽ? ഷമ്മി, എന്തായാലും ഈ ദില്ലി തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് എന്തായാലും 2 മണിയോടെ ഈ തീയതിയിൽ ഒരു തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം ഇന്ന് 2 മണിക്ക് ദില്ലി വിജ്ഞാൻ ഭവനിൽ ചേരുകയാണ്. എന്തായാലും ഈ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ പാർട്ടികളും കടുത്ത പ്രചരണത്തിലാണ്. ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അതോടൊപ്പം ഈ വിവിധ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതി ഇന്ന് 2 മണിയോടെ പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആം ആദ്മി പാർട്ടി ബി.ജെ.പി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പാർട്ടികൾ തമ്മിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തീയതി പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ആം ആദ്മി പാർട്ടിക്ക് 60 സീറ്റിൽ, അതായത് 70 നിയമസഭാ സീറ്റിലേക്കുള്ള മത്സരത്തിൽ 60 സീറ്റിലും ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ഈ നിയമസഭ അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരികയുമായിരുന്നു. അതിനുശേഷമാണ് കെജ്രിവാളിന്റെ ഉൾപ്പെടെയുള്ള അറസ്റ്റും അതൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ബി.ജെ.പി ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ടിൽ അട്ടിമറി നടക്കുന്നു അടക്കമുള്ള, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ അടക്കം അട്ടിമറി നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ബി.ജെ.പി ഉയർത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെയും പ്രധാനമന്ത്രി അടക്കം പ്രചരണ റാലിയിലടക്കം ഉന്നയിക്കുന്നത്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണെന്നുള്ള ഏറ്റവും വിവാദപരമായ പരാമർശങ്ങളൊക്കെ തന്നെ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.